ഹായ്, വെൽക്കം ടു സനം ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലവർ ട്യൂട്ടോറിയലാണ്. ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കോസ്മെറ്റിക് ഹാമ്പർ, ഒരു ക്ലയൻറ്റിൻ്റെ മിനിമൽ കോസ്മെറ്റിക് ഹാമ്പറിൻ്റെ കൂടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കൂടി വേണം എന്നാണ് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാർട്ട് ഹാമ്പർ ബോക്സ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നു. സോ ക്ലയൻറ്റ് പറഞ്ഞ മിനിമൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ, കോസ്മെറ്റിക് ഹാമ്പേഴ്സ് പറയുമ്പോൾ ലേഡീസിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് അടങ്ങിയതാണ് കോസ്മെറ്റിക് ഹാമ്പർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റായിട്ട് ഒരു ലിക്വിഡ് ലിപ് ലൈനർ, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ ഒരു കൺസീലർ 4 ഷെയ്ഡ്സിലായിട്ടുള്ള കൺസീലറാണ് അടുത്തത്. പിന്നെ നെക്സ്റ്റ് ഒരു നെക്ലേസ്, ഒരു ക്യൂബ് ഷേപ്പിലായിട്ടുള്ള ഒരു നെക്ലേസാണ്, ബോക്സ് സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള നെക്ലേസാണ്. പിന്നെ നെക്സ്റ്റ് ഒരു ചീക്ക് ബ്ലഷ് കൂടിയാണ്. സോ മിനിമലായിട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റായിട്ട് ഹാർട്ട് ഹാമ്പർ ബോക്സ് എടുത്തു. ആ ഹാർട്ട് ഹാമ്പർ ബോക്സിൽ ഒരു തെർമോക്കോൾ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി. ഈ ഹോളിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ട്സ് വെക്കാൻ പോകുന്നത്. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒന്നും യൂസ് ചെയ്യണം, നമ്മൾ ജസ്റ്റ് പ്രൊഡക്ട്സ് കീപ്പ് ചെയ്യാണ്. ഞാൻ കീപ്പ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 4 പ്രൊഡക്ട്സും ഇതിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു റെഡ് ബീഡ്സ് ഉണ്ട്. ഇത് ലീവ്സാണ്, എല്ലാ ക്രാഫ്റ്റ് ഷോപ്സിൽ അവൈലബിൾ ആണ്, ക്രാഫ്റ്റേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും. സോ ഈ റെഡ് ബീഡ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊടുത്തു. അത് ജസ്റ്റ് നമ്മൾ വെച്ചുകൊടുക്കുക ചെയ്യുന്നത്, കാരണം തെർമോക്കോൾ ആയതുകൊണ്ടാണ് നിൽക്കും. നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഭാഗത്ത് നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എടുക്കാൻ പോകുന്നത് 2 റെഡ് ഫ്ലവേഴ്സും 2 വൈറ്റ് ഫ്ലവേഴ്സും 7 റെഡ് ഫ്ലവേഴ്സുമാണ് എടുക്കാൻ പോകുന്നത്. സോ ഫ്ലവേഴ്സിൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈറ്റ് സ്റ്റിക്കർ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോന്നും ഇവിടെ ഈ 2 സൈഡും വൈറ്റും ബാക്കിയെല്ലാം റെഡും ആണ് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് കൊടുത്തിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൈറ്റാണ് ഞാൻ കൊടുക്കുന്നത്. തെർമോക്കോളിൽ പെട്ടെന്ന് തന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടും. സോ ഫസ്റ്റ് നമ്മൾ വൈറ്റ് 2 ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റെഡ് ഫ്ലവേഴ്സ് കൊടുക്കാം. റെഡ് ഫ്ലവേഴ്സ് ഈ ഒരു സൈഡ്സിലാണ് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. സോ ഇതിൻ്റെ ബാക്കിലും നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും നമ്മൾ സൈഡ്സിൽ ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ പെട്ടെന്ന് തന്നെ തെർമോക്കോളിൽ പിടിക്കും, നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇതാവും. സോ ഈ ഒരു സൈഡിൽ നമുക്ക് 3 പീസസ് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. ഈ ഒരു സൈഡിൽ 4 പീസസും കൊടുക്കാം. അടുത്തടുത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അപ്പോൾ തെർമോക്കോൾ കാണില്ല. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കാവും. കോസ്മെറ്റിക് ഹാമ്പർ ബോക്സിൻ്റെ ഫോട്ടോസ് നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ കോസ്മെറ്റിക് ഹാമ്പേഴ്സൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. സനം ഡിസൈൻസ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. പെരുന്തൽമണ്ണ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസിന് ഇനിയും കാത്തിരിക്കുക. ബൈ. സോ നമുക്ക് എങ്ങനെയാണിത് ക്ലോസ് ചെയ്തിട്ടുള്ള ലുക്ക് ഒന്ന് നോക്കുകയും ചെയ്യാം. സോ ഇതാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ഈ ബോക്സിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിൽ വരും. സോ ഇതിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സും ഉണ്ട്, അതുപോലെ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഹാമ്പർ ബോക്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലത്തെ ഹാർട്ട് ഹാമ്പർ ബോക്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.